പേടിക്കണ്ട മാഡം, ഇവിടെ ആരും വരില്ല. നീ ഇതെവിടെ താമസം? എന്തിനാ? അത് വേണ്ട. ചെയ്യിക്കാനുള്ള പണികളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇതുപോലെ പണിക്ക് വിളി തരുവാ. മാഡത്തിന് അങ്ങനെ വല്ല ദുരുദ്ദേശം ഉണ്ടോ? അയ്യോ, ഞാനൊരു കോമഡി പറഞ്ഞതാ. മാഡം സീരിയസ് ആക്കണ്ട. അല്ലെങ്കിലും അതെ, നമ്മളൊക്കെ കോമഡി ചെയ്താൽ ഏക്കത്തില്ലെന്ന് ആൾക്കാർ പറയുന്നത്. എന്ത് ചെയ്യാം, നമ്മളിങ്ങനെ ഒരുത്തനായി പോയില്ലേ. വാറ്റുകാരായം വിട്ട് നടന്ന അമ്മണിയമ്മയുടെ സൃഷ്ടിയല്ലേ. തന്ത ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വന്നത് നിന്റെ പാരമ്പര്യം അറിയാനല്ല, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു. അതെന്തായിന്ന് അറിയാനാ. ആ ചെക്കനെ തട്ടുന്ന കാര്യല്ലേ? എന്താ വധുവിയുടെ പേര്? മനോജ്. ആ ചെക്കനെ അന്വേഷിച്ച് ഞാൻ അവന്റെ കുടുംബത്ത് വരെ കയറി. അവൻ വേറെ കണ്ടു പോയിരിക്കുക. അവന്റെ അരി എത്തിയിട്ടുണ്ടാവില്ല. അവൻ എവിടെയാണെന്ന് മാഡം ആദ്യം ഒന്ന് അന്വേഷിച്ചറിയേ. മാഡത്തിന്റെ മോളിനടുത്ത് അവൻ ഇപ്പോഴും രാത്രി വരെ ഉണ്ടോ? അല്ല, അവിടെ ചെന്ന ആ വധുവിനെ കിട്ടുമെങ്കിൽ അത് മതിയല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാനാണെങ്കിൽ എന്റെ ടൂളും കുറച്ച് കാശും എന്റെ തള്ളയുടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് പെട്ടിരിക്കുക. മാഡത്തിന് അറിയാലോ, SP ഹരിശങ്കർ അത്ര മണ്ടനൊന്നും അല്ലാന്ന്. എനിക്കറിയാം, അവന് എന്നെ പെടുത്താൻ വല വിരിച്ചിട്ടുണ്ടെന്ന്. ഇനി ഞാൻ ആ വലയിൽ പെട്ട പുറലോ കാണിക്കത്തില്ല പോലീസുകാര്. അതിനുമുമ്പ് എനിക്കിവിടെ വിടണം, സ്കൂട്ടാവണം. നിനക്ക് പോകാം. എനിക്ക് നിന്നെ കൊണ്ടൊരു ഇത്തിരി കാര്യമുണ്ട്. അത് കഴിഞ്ഞാ നിന്നെ ഞാൻ തന്നെ സേഫായി എത്തേണ്ടടുത്ത് എത്തിച്ചോളാം. പോരെ? ഇത്തിരി കാര്യം എന്ന് പറഞ്ഞാ ഈ മനോജ് അല്ലാതെ വേറെ ആരെങ്കിലും? അതാരാ? ടൈം വരട്ടെ, പറയാം. ഓ ശരി. ഓ ആയിക്കോട്ടെ. നിനക്ക് കാശ് വല്ലതും വേണോ? കാശ് വേണം. ടൈം ആവട്ടെ, പറയാം. ആ ചെക്കനല്ലാതെ വേറെ ആരാ ഇവരുടെ ആരാ? അമ്മായി ഈ പോക്ക് പോയാൽ നമുക്ക് പണി കൂടും, കാലന് പണി കുറയും. ബെസ്റ്റ്. എന്തായാലും വേറെ ആരുടെയോ അരി എത്തിയിട്ടുണ്ട്. അതേതാണാവോ ആ ജന്മം. മോളെന്താ ഇങ്ങനെ നോക്കുന്നേ? അച്ഛൻ എന്താ ഇപ്പൊ എന്നെ വിളിച്ചേ? മോളെന്ന് ജീരക വെള്ളത്തിലാണെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അച്ഛാ. ഞാൻ അങ്ങ് കൊണ്ടുവരായിരുന്നല്ലോ. വെള്ളം കുടിക്കാം. വെള്ളം കുടിപ്പിക്കുന്നുണ്ടല്ലോ ഒരുപാട്. മോളെ അമ്പികേ, നീ അച്ഛനോട് ക്ഷമിക്കണം. ഞാൻ ഒരുപാട് ശകാരിച്ചിട്ടുണ്ട്, നിന്നെ വിഷമിപ്പിച്ചിട്ടുമുണ്ട്. അതൊക്കെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് വായിൽ വരുന്നതാ. അമ്മ പറയുന്നത് നീ കേട്ടിട്ടില്ലേ? എന്റെ വായിൽ നിന്ന് നല്ല ഒന്നും വരില്ലെന്ന്. എന്ത് ചെയ്യാ, ഞാൻ ഇങ്ങനെ അങ്ങായിപ്പോയി. സാരമില്ല അച്ഛാ, ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല. വെക്കരുത്, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നും മനസ്സിൽ വെക്കരുത്. വേണുവിനിപ്പോ കുറെയൊക്കെ ഭേദമുണ്ടല്ലേ? മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. ഇങ്ങനെയായാൽ താമസിയാതെ അവൻ എണീറ്റ് നടക്കും, സംസാരിക്കും, അല്ലേ? അങ്ങനെയാ ഡോക്ടറും പിന്നെ ആ വൈദ്യരസ്വാമിയും പറഞ്ഞത്. അതെ, അങ്ങനെയാ വേണ്ടത്. അവ സുഖമായി വരട്ടെ. അസല് കറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വേണുവിന് സുഖമായ കാര്യം ഒക്കെ നിന്റെ പ്രാർത്ഥനയുടെയും പരിചരണത്തിന്റെയും ഫലമാ. അതുകൊണ്ട് എന്റെ മോൾ ഇനി ഇവിടെ അങ്ങനെ കുറ്റിയടിച്ച് നിൽക്കണോ? സ്റ്റാൻഡ് വിട്ടു പൊക്കൂടെ?
കാശ് വല്ലതും വേണമെങ്കിൽ അച്ഛൻ തരാം നിനക്ക്. ദേ, പാചക ജോലി അറിയാമല്ലോ നിനക്ക്. എവിടെങ്കിലും വല്ല വീട്ടുവേലയ്ക്ക് നിന്ന് അങ്ങ് പിഴയ്ക്കാമല്ലോ നിനക്ക്. പാചകം അറിയാവുന്ന ജോലിക്കാർക്കൊക്കെ ഇപ്പൊ എന്നാ ശമ്പളമാന്നാ. കിട്ടോ? വേഗം സ്റ്റാൻഡ് വിട്ടോ. ഇനി ഇവിടെ മോളുടെ സേവനം വേണ്ട. ഇല്ല, ഞാനിങ്ങും പോവില്ല. നീ പോകും. ഇല്ലെങ്കിൽ പറഞ്ഞു വിടും നിന്നെ ഞാൻ. പേരുവഴിയിലേക്കല്ല, പരലോകത്തേക്ക്. മനസ്സിലായി? ആരും വരില്ലടി. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. എന്നും നിന്റെ രക്ഷകയായ തള്ള അമ്പലം നിരങ്ങാൻ പോയടി. ആരും വരില്ലടി. മര്യാദയ്ക്ക് പറഞ്ഞ അനുസരിക്കാത്തവൾക്ക് മരണമാടി വിധി. മരണം. ഇതിനെ പോലൊരു വിഴുപ്പിനി എന്റെ കുടുംബത്തിൽ വേണ്ടടി. വേണ്ട, വേണ്ടേ വേണ്ട. എന്താ ഇവിടെ? എന്താ മോളെ, എന്താ ഉണ്ടായേ? ആ മനുഷ്യൻ എന്നെ മോളെന്ന് വിളിച്ചപ്പോ എനിക്ക് എന്റെ അച്ഛൻ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയത് വേണോട്ട. എന്റെ മനസ്സ് വേദനിപ്പിച്ചതിലും ഇത്രയും കാലം കുറ്റപ്പെടുത്തിയതിനും ആ മനുഷ്യൻ എന്നോട് ക്ഷമ പറഞ്ഞപ്പോ അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചു പോയി ഞാൻ. പക്ഷെ ആ വാക്കുകളെല്ലാം എന്നെ എന്റെ വേണുവേട്ടനെന്ന് പറിച്ചറിയാനുള്ള വെറും തന്ത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. ഒരു നിമിഷം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചുയർത്തിയ മോഹങ്ങളും സന്തോഷങ്ങളും എല്ലാം തകർന്നു വീഴുകയായിരുന്നു. എന്നെ വേണുവേട്ടന്റെ അച്ഛൻ കൊല്ലുമായിരുന്നു. എനിക്ക് പേടിയില്ല. പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എനിക്കൊരു വട്ടമെങ്കിലും കാണണം. എന്റെ വേണുവേട്ടൻ ആരുടെ സഹായം ഇല്ലാതെ തനിയെ എഴുന്നേറ്റ് നടക്കുന്നത് അതെനിക്ക് കാണണം. അത്രേ ഉള്ളൂ എനിക്ക്. കരയരുത്, എന്റെ വേണുവേട്ടൻ കരയരുത്. ഓരോ നിമിഷവും എല്ലാ കണ്ണീരും കടം തീർത്ത് ഈശ്വരന്റെ മുന്നിൽ ഒഴുക്കുന്നുണ്ട് ഞാൻ. ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തതാ ലക്ഷ്മി. അപ്പോഴാ സാവിത്രി ഏറി വന്നത്. അല്ലെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു യുവതിയുടെ മരണം എന്ന് നാളത്തെ പത്രത്തിൽ വന്നേനെ. ഒരു കുഞ്ഞിന് പോലും സംശയം തോന്നൂല്ലായിരുന്നു. എന്റെ ഏട്ടാ, വെറുതെ മണ്ടത്തരം കാട്ടല്ലേ. അതൊക്കെ വലിയ പുലിവാലാകും. അറിയാലോ, സാവിത്രി ഏട്ടത്തി പോലും ഏട്ടനെതിരെ പോലീസിൽ മൊഴി കൊടുക്കും. ശരിയാ ശരിയാ. താലി കിട്ടിയ നാള് മുതൽ അവർക്ക് എന്നോട് ദേഷ്യമാ. പിന്നെ ഞാൻ എന്താ ലക്ഷ്മി ചെയ്യേണ്ടത്? അമ്പിയെ കൊല്ലാനല്ല,
ഒഴിവാക്കാനാ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവളെ അവിടെ നിന്ന് ഇറക്കി വിടുക. കൊല്ലാനാണെങ്കിൽ വേറെ 100 വഴികളുണ്ട്. അതിനിപ്പോ സമയമായിട്ടില്ല. വരട്ടെ. നീ എന്താന്ന് വെച്ചാ ചെയ്യേ. എന്തിന് ഞാനുണ്ട് നിന്റെ ഒപ്പം. ആ എന്താ നിന്റെ മോന്തയ്ക്ക് വല്ല കടന്നിലും കുത്തിയോ? എന്നെ കാണുമ്പോ എപ്പോഴും വീർപ്പിച്ച് പിടിപ്പിച്ചോണം നിന്റെ മാരം മോന്ത. വല്ലപ്പോഴും എന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചൂടേടി നിനക്ക്. ചെകുത്താന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ചിരിക്കൂ? ചെകുത്താൻ നിന്റെ അതേടി, എനിക്കത് കിട്ടണം. ഇപ്പൊ ഞാൻ എല്ലാവർക്കും ചെകുത്താനാ. ഈ ചെകുത്താനല്ലേ നിന്നെ താലി കെട്ടിക്കൊണ്ടു വന്നതും നിനക്കൊരു മകനെ തന്നതും 3-4 നേരം വലിച്ചു വാരി തിന്നാനുള്ള ഇടയുണ്ടാക്കി തന്നതും. അതിന് കഴിവുള്ള മാലകമാരും വന്നില്ലല്ലോ. ഉണ്ടോ? വന്ന് ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്തതിന്റെ കണക്ക് വരെ വിളിച്ചു പറയാൻ തുടങ്ങിയോ നിങ്ങള്? പറയും, ഞാൻ പറയും. ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്നാ പറയാറ്. ഉണ്ട ചോറിന് പോലും നന്ദി കാണിക്കാത്ത നിന്നെ പോലുള്ളവരോട് ഞാൻ കണക്ക് പറയുമടി. ഓ, ഉണ്ട ചോറ് കൊലച്ചോറ ഇവിടെ ഉണ്ണുന്നേ. മരിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ചോറൂണ് എനിക്ക് മനസ്സിലാകുന്നുണ്ടത്. ഈ കുടുംബത്തിലൊരു മരണം കിടന്ന് വട്ടം ചുറ്റുന്നുണ്ട്. എന്താ ശരിയല്ലേ? മരണോ? ആരുടെ മരണമാ? നിനക്ക് ഭ്രാന്തായോ? ഭ്രാന്താകും. ഇനിയിപ്പോ എനിക്ക് മാത്രം ഭ്രാന്താകാതിരുന്നിട്ട് എന്തിനാ? അയ്യോ, ഇനി നിന്നെ പൂട്ടാനുള്ള ചങ്ങലയ്ക്ക് ഞാൻ തന്നെ കാശ് മുടക്കണം എന്നുണ്ടെങ്കിൽ അതും മുടക്കാം. എന്തോന്നാടി നോക്കി പേടിപ്പിക്കുന്നേ? എന്താ നിങ്ങളുടെ മനസ്സില്? ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. ഒഴിഞ്ഞു മാറണ്ട. വർഷം കുറെ ആയില്ലേ നിങ്ങളോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട്. പറയ്, എന്താ നിങ്ങളുടെ മനസ്സില്? എനിക്കറിയണം. എന്റെ മനസ്സിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിലിപ്പോ ഏതാണ് നിനക്കറിയേണ്ടത്? ആരെയാ നിങ്ങൾക്ക് കൊല്ലേണ്ടത്? എന്നെയോ വേണുവിനെയോ അതോ അംബികയോ? പറയൂ, പറയാൻ. നിനക്ക് എന്തു പറ്റിയേ സാവിത്രി? എന്തെങ്കിലും കൊള്ളരുതായ്മ കണ്ടാ വിളിച്ചു പറയുന്നല്ലാതെ ആളെ കൊല്ലാനും മാത്രം എനിക്ക് കഴിയുമോ? കൊല്ലും. നിങ്ങൾക്ക് അതിനിപ്പോ സീതാലക്ഷ്മിയുടെ പണം തരുന്ന ധൈര്യമുണ്ട്. വേണ്ട, അവളുടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കണ്ട. അത് നാശത്തിലേക്കുള്ള പോക്കാ. തോന്നിവാസം വിളിച്ചു പറയുന്നോടി. സീതാലക്ഷ്മി എന്റെ പെങ്ങളാ. അവളുടെ കൈ കാശുമുണ്ട്. അതിനെന്താ? കയ്യിൽ സമ്പാദ്യമുള്ളവരുമായി കൂട്ടുകൂടുന്നത് ആളുകളെ കൊല്ലാൻ വേണ്ടിയാണോടി? പിന്നെ നിനക്കത് നിർബന്ധമാണെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷെ കുറ്റം നീ അങ്ങ് ഏറ്റോണം. ദയവായി ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നോട് മറച്ചു പിടിക്കല്ലേ. എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ സീതാലക്ഷ്മിക്ക് വേണ്ടി മഹാപാപം ചെയ്യരുത്. ആരുടെയെങ്കിലും ചോര കാണണമെന്ന് വാശിയാണെങ്കിൽ ദാ എന്നെ കൊന്നോളൂ. ഞാൻ നിന്ന് തരാം, ഒരു പരാതിയില്ലാതെ. നീ കരുതുന്ന പോലൊന്നുമില്ല. ഒക്കെ നീ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നതാ. എന്നെയും സീതാലക്ഷ്മിയും ഗീതുമോളെയൊക്കെ നീ ശത്രുവായിട്ട് കാണുന്നത് കൊണ്ടാ ഇങ്ങനെ വേണ്ടാത്തൊക്കെ തോന്നുന്നത്. അപ്പൊ ഞാൻ കേട്ടതോ? എന്ത്? നീ എന്ത് കേട്ടുന്നാ? നിങ്ങൾ സീതാലക്ഷ്മിയോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. കണ്ടോ? നിങ്ങളുടെ മുഖത്തുണ്ടത്. നിങ്ങൾ നിശ്ചയിച്ച മരണത്തിന്റെ നിഴൽ. ഇത് തീക്കളിയാ. ഒന്നോർത്തോ നിങ്ങള്. ഈ കുടുംബത്തിൽ ഒരാൾ മരിക്കുന്നതിന് മുമ്പ്, നിങ്ങൾ നിശ്ചയിച്ച പദ്ധതി നടപ്പാക്കുന്നതിന് മുമ്പ് മരിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കും. അതിന് ഒരു നിമിഷം മതി എനിക്ക്. സംശയിക്കണ്ട. എന്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാൻ അത് ചെയ്തേ കഴിയുന്നുണ്ടെങ്കിൽ മടിക്കില്ല. കൊല്ലും ഞാൻ നിങ്ങളെ.
ഒത്തിരിയായി. ഇനി മോൻ ചെല്ല്. എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായി അമ്മണിയമ്മയ്ക്ക്. ഉറങ്ങുന്ന സമയമെങ്കിൽ അമ്മണിയമ്മ കിടന്നോളൂ. മോനെ, ഇവക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതാ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നേ. പക്ഷെ ഞാനത് പറയാതിരുന്നുകൂടാ. മോനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അത്ര ശരിയല്ല. മോനൊരു ഭാര്യയുണ്ട്, ഒരു കുടുംബമുണ്ട്. പിന്നെ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചിട്ടുണ്ടാവും. ഇവളുടെ വയറ്റിൽ വളരുന്നത് മോന്റെ കുഞ്ഞാണ്. പക്ഷെ അത് നമുക്കേ അറിയാവൂ, നാട്ടുകാർക്കറിയില്ല. മോനറിയാലോ, മൈനയെ ഹരിസാറിനെയും ചേർത്ത് എന്തൊക്കെ കഥകളാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നത്. അതിൻ്റെ കൂടെ ഇതും ചേർത്ത് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയ മൈനയെ ഏതരത്തിലായിരിക്കും നാട്ടുകാർ കാണുക? മോന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അമ്മണിയമ്മ, ഞാൻ പറയും. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും മതിയായില്ലേ കൊച്ചേ നിനക്ക്? അമ്മണിയമ്മ പറഞ്ഞോളൂ. ഹരികേട്ടൻ പഠിപ്പിച്ചു തന്നതൊക്കെ പറഞ്ഞു തീർത്തോളൂ. ഒരു വാക്കുപോലും ബാക്കി വെക്കണ്ട. എന്നെ ആരും പഠിപ്പിച്ചതൊന്നുമല്ല. തെറ്റ് കണ്ടാൽ ഉറക്ക പറയാൻ ഈ അമ്മണിയമ്മയ്ക്കറിയാം. തെറ്റോ? എന്ത് തെറ്റ്? എന്റെ കുഞ്ഞിന്റെ അമ്മയെ കാണാൻ വരുന്നത് എങ്ങനെ തെറ്റാവാ? കുഞ്ഞിനെയും തള്ളയൊക്കെ കാണാൻ വരുന്നതേ ഇങ്ങനെ പാതിരാത്രിയല്ല. അമ്മണിയമ്മ, സാരില്ല. അമ്മണിയമ്മ മറ്റൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സിന്ധു അതൊന്നും കാര്യമായിട്ടെടുക്കണ്ട. ഞാൻ നിനക്കൊരു ശല്യമായി തുടങ്ങിയോ മൈനെ? അരുതെന്ന് വിലക്കുന്നുണ്ട് ഞാൻ എൻ്റെ മനസ്സിന്. പക്ഷേ നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ വിലക്കുകളുടെ ചരടറ്റു പോവാ. നിന്നെ കാണാതെ എനിക്കിനി ആവില്ല മൈനെ. എൻ്റെ മനസ്സും എൻ്റെ ചിന്തയും എൻ്റെ സ്വപ്നങ്ങളും എല്ലാം നിന്നിലും നമ്മുടെ കുഞ്ഞിലും ഒതുങ്ങി തീരുവാ. എന്നെ എന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലും ഇതൊക്കെ തന്നെയാ. ഇനി എനിക്ക് വയ്യ. ആരൊക്കെ എതിർത്താലും തടഞ്ഞു പിടിച്ചാലും ഞാൻ വരും. ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും മൈനെ. അരുത്, അങ്ങനെയൊന്നും വേണ്ട നമുക്ക്. മാനസയും ഹരിയേട്ടനും ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷം വേണ്ട എനിക്ക്. അപ്പോ ഈ എനിക്കൊരു സ്ഥാനമില്ലേ നിന്റെ മനസ്സില്? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്നോട് അങ്ങനെയൊന്നും ചോദിക്കില്ലേ. മൈനെ, എന്നെ തള്ളിക്കളയില്ലേ നീ? വേണ്ട, ഞാനല്ല, മാനസയാണ് സിന്ധുവിന് വലുത്. അങ്ങനെ ആവണം. അതാണ് ശരി. അവളുടെ കണ്ണീരിന് ഞാനൊരു കാരണമാവരുത്. സ്വന്തം ജന്മത്തിനോടും വിധിയോടും ഒക്കെ തോറ്റു നിൽക്കുക അവള്. അവളുടെ കണ്ണീരിനേക്കാൾ മഹത്വം ഇല്ല മൈനയുടെ സ്വപ്നങ്ങൾക്ക്. മൈനെ, നീ എന്നെ കുറിച്ച് ഓർക്കാത്ത എന്താ? ഞാൻ പറയുന്നൊന്നും നിനക്ക് മനസ്സിലാവാത്ത എന്താ? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാക്കണ്ട.